വെൽക്കം ടു ഏഗൺ ലേണിംഗ്. മക്കളെ, അപ്പൊ നമുക്ക് ഫിസിക്സിൽ ആകെ പഠിക്കാനുള്ളത് 7 ചാപ്റ്റേഴ്സ് ആണ്, ശരിയല്ലേ? ഈ 7 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെയോ ചാപ്റ്റേഴ്സിൽ പ്രോബ്ലംസ് അഥവാ കണക്കുകൾ വരുന്നുണ്ട്. ഈ കണക്കുകൾ നിങ്ങൾക്കൊരു പ്രോബ്ലം ആണ് എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കംപ്ലീറ്റ് ഇക്വേഷൻസ്, എല്ലാ സമവാക്യങ്ങളും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചർച്ച ചെയ്യാൻ പോവാണ്. അപ്പോ നമുക്ക് പഠിക്കാനുള്ളത് ആകെ എത്ര ചാപ്റ്റേഴ്സാ? നമുക്ക് ആകെ പഠിക്കാനുള്ളത് 7 ചാപ്റ്റേഴ്സ്, ശരിയല്ലേ? ഓക്കെ, ഈ 7 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണ് പ്രോബ്ലംസ് അഥവാ ഇക്വേഷൻസ് അല്ലെങ്കിൽ കണക്കുകളൊക്കെ വരുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. അപ്പോ ഒന്നാമത്തെ ചാപ്റ്ററിൽ പ്രോബ്ലംസ് വരുന്നുണ്ടോ? യെസ്, വരുന്നുണ്ട്. അപ്പൊ അയാൾ ഇവിടെ നിൽക്കട്ടെ കേട്ടോ. യെസ്, ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് വരുന്നുണ്ടോ? സമവാക്യങ്ങൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ അയാള് പോട്ടെ. യെസ്, ഓക്കെ. ഇനി അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ പ്രോബ്ലംസ് വരുന്നുണ്ടോ? പറയ്, ഇയാൾ എടുക്കണോ? യെസ്, ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അയാൾ അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ ചാപ്റ്ററിൽ പ്രോബ്ലംസ് വരുന്നുണ്ടോ? ഒരു സംശയമില്ല, ഉണ്ട്. അപ്പൊ അയാൾ ഇവിടെ തന്നെ നിൽക്കണം. ഇനി അടുത്തത് അഞ്ചാമത്തെ ചാപ്റ്റർ ഒരു സംശയമില്ല, അതിൽ പ്രോബ്ലംസ് അഥവാ ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അയാളെ ഇവിടെ തന്നെ എന്ത് ചെയ്യണം, നിർത്തണം. ഇനി വരുന്നത് 6, 7 ചാപ്റ്റേഴ്സ്. ആറാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം പോലും കാണാൻ പറ്റില്ല. അപ്പൊ ഇയാള് പോട്ടെ. യെസ്, ബാക്കി അവസാനം വരുന്ന 7ാമത്തെ ചാപ്റ്റർ. ആ 7ാമത്തെ ചാപ്റ്ററിലും ഒരു പ്രോബ്ലം വരുന്നില്ല, ഒരു ഇക്വേഷനും ഇല്ല, ഒരു സമവാക്യവും ഇല്ല. അപ്പൊ അയാളും പോട്ടെ. ഓക്കെ, അപ്പോ ഇനി ആകെ മൊത്തം എത്ര പാഠത്തിലാണ്, എത്ര ചാപ്റ്റേഴ്സിലാണ് ഇക്വേഷൻസ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന 4 ചാപ്റ്റേഴ്സിലാണ് ഇക്വേഷൻസ് അഥവാ പ്രോബ്ലംസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്? വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ അഥവാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്നാണ് ഒന്നാമത്തെ പാഠത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിന്റെ പേരിൽ നിന്ന് തന്നെ കൂടി സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇലക്ട്രിക് കറന്റ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന ചാർജുകളുടെ എണ്ണമാണ് എന്ത്? ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നോക്കി, ഇത് ഒരു കണ്ടക്ടറാണ്, ഒരു ചാലകമാണ്. ഓക്കെ, ഈ ചാലകത്തിലൂടെ, ഈ കണ്ടക്ടറിലൂടെ എന്ത് പോകുന്നുണ്ട്? ചാർജ് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോ ഇവിടെയുള്ള കറണ്ട് എത്ര ഉണ്ട് എന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? I = Q/T എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കണം. Q എന്ന് പറഞ്ഞാൽ എന്താ? ഇതിലൂടെ എത്ര ചാർജ് ആണ് പോകുന്നത്. T എന്ന് പറഞ്ഞാലോ എത്ര സമയമാണ് ചാർജ് പോകുന്നത്. അപ്പോ I = Q/T എന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ I = Q/T. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഓംസ് ലോ അഥവാ ഓം നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ്. ആ 3 എണ്ണം നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാ നോക്കാം. ഒരു ട്രയാങ്കിൾ. ഓക്കെ, ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഇവിടെ നമ്മൾ 3 ഭാഗമാക്കി ഇതിനെ മാറ്റാൻ പോവാണ്. V, I and R. അപ്പൊ നമുക്ക് V കാണണം എന്ന് വിചാരിക്കാം. V ആണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ നേരെ V എന്ത് ചെയ്യുക? പൊത്തിപ്പിടിക്കാം. അപ്പൊ V പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉണ്ടാവും മക്കളെ? IR. അപ്പോ V = എന്താണ്? I × R ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത നമുക്ക് എന്ത് കാണണം? I കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? I നേരെ കൂടി പൊത്തിപ്പിടിക്കുക. ഓക്കെ, അപ്പൊ I പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? I = V/R. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? I = V/R. ആൻഡ് തേർഡ് വൺ, മൂന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യുക? R പൊത്തിപ്പിടിക്കുക. R പൊത്തിപ്പിടിച്ചു. അപ്പോ R = എന്താ വരും മക്കളെ? V/I. അപ്പൊ R = എന്താണ്? V/I. അതാണ് എന്ത്? മൂന്നാമത്തെ ഇക്വേഷൻ. സെറ്റ് അല്ലേ? ഇനി നെക്സ്റ്റ് നമുക്ക് പ്രതിരോധകങ്ങളെ അല്ലെങ്കിൽ നമുക്ക് റെസിസ്റ്റേഴ്സിനെ 2 രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന് സീരീസ് കണക്ഷൻ, 2 പാരലൽ കണക്ഷൻ. ശ്രേണി രീതിയും സമാന്തര രീതിയും. അപ്പൊ ഇതിൽ ടോട്ടൽ റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കാണാനുള്ള 2 ഇക്വേഷൻസ് നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തത് സീരീസ് കണക്ഷൻ അഥവാ ശ്രേണി രീതി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആകെ പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ ആണ് R = R1 + R2 + R3 etc. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി ഇവിടെ സമാന്തര രീതി അഥവാ പാരലൽ കണക്ഷൻ. ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ്, സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ ആണ് 1/R = 1/R1 + 1/R2 + 1/R3 etc. യെസ്, അപ്പോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം കാണാനുള്ള സമവാക്യമാണ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം? ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം, ഒരു ചാർജിനെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് എത്തിക്കാൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇത് കാണാനുള്ള ഇക്വേഷൻ ആണ് മക്കളെ V = W/Q. യെസ് മക്കളെ, അപ്പോ അടുത്തത് ഹീറ്റ് അഥവാ താപം കാണാനുള്ള ഇക്വേഷൻ ആണ് അല്ലെ.
അപ്പോ അത് നമ്മൾ ഏത് ഭാഗമായിട്ട് ബന്ധപ്പെട്ട പഠിക്കുന്നത്? ജൂൾസ് ലോ അഥവാ ജൂൾ നിയമമായിട്ട് ബന്ധപ്പെട്ട പഠിച്ച്. എന്താണ് ജൂൾസ് ലോ? ദ ഹീറ്റ് ജനറേറ്റഡ് ഇൻ എ കറന്റ് carrying conductor is directly proportional to the product of square of current in the conductor, resistance of the conductor and time of flow of current. അല്ലെങ്കിൽ മലയാളത്തിൽ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ടും 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് മക്കളെ H is equal to I square RT. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ആണ് മക്കളെ H is equal to V square T by R. And the third one is H is equal to VIT. സെറ്റ് അല്ലേ മക്കളെ? ഇതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പവർ കാണാനുള്ള ഇക്വേഷൻ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ അതിനു മുമ്പേ എന്താണ് ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ 1 സെക്കൻഡ്. അല്ലെങ്കിൽ ഒരു ഉപകരണം, ഒരു വൈദ്യുത ഉപകരണം 1 സെക്കൻഡ് കൊണ്ട് എത്രമാത്രം വൈദ്യുതോർജ്ജമാണ് ഉപയോഗിക്കുന്നത്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രിക് പവർ. അപ്പോ ഇതും അതും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, നോക്കാം. ഓക്കെ, അപ്പോ ഇവിടുത്തെ ഇക്വേഷൻ H is equal to I square RT അല്ലായിരുന്നോ? H is equal to V square T by R അല്ലായിരുന്നോ? H is equal to VIT അല്ലായിരുന്നോ? അതിൽ നിന്നൊക്കെ T അങ്ങോട്ട് പോട്ടെ, അപ്പൊ ഇനി കൂടെ എഴുതാം. P is equal to I square R. Second one, P is equal to V square by R. And third one, P is equal to I into V. അപ്പൊ മക്കളെ ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ആകെ ഇത്ര ഇക്വേഷൻസ് ഒന്നാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യാനുള്ളൂ? പഠിക്കാനുള്ളൂ. അപ്പൊ മക്കളെ നമ്മൾ വളരെ മനോഹരമായിട്ട് ഒന്നാമത്തെ ചാപ്റ്ററിലുള്ള എല്ലാ ഇക്വേഷൻസും വളരെ എളുപ്പത്തിൽ നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു, നിങ്ങൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാഠാണ്. ഓക്കെ, മൂന്നാമത്തെ പാഠത്തിന്റെ പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ഓക്കെ, ഈ പാഠത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ആണ് എനർജി ഇൻ കിലോ വാട്ട് ഹവർ ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻടു ടൈം ഇൻ ഹവേഴ്സ് ഡിവൈഡഡ് ബൈ 1000. കാണുന്നില്ലേ? യെസ്. ഇനി ഇത് മലയാളത്തിൽ നമുക്ക് എങ്ങനെ പറയാം? കിലോ വാട്ട് അവറിലുള്ള ഊർജം സമം വാട്ടിലുള്ള പവർ ഗുണിക്കണം മണിക്കൂർ ബൈ 1000 എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയാ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് നമ്മളെ ഇവിടെ ഒരു ബൾബ് ഉണ്ട്, കാണുന്നില്ലേ ബൾബ്? ആ ബൾബ് എന്ന് പറഞ്ഞ സാധനം 2 മണിക്കൂർ വർക്ക് ചെയ്യാണ്. ആ ബൾബിന്റെ പവർ എന്ന് പറഞ്ഞാൽ 500 വാട്ടാണ് എന്ന് വിചാരിക്കും. അങ്ങനെ 500 വാട്ടുള്ള ആ ബൾബ് 2 മണിക്കൂർ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. അപ്പൊ എത്രമാത്രം എനർജി, എത്രമാത്രം കിലോ വാട്ട് അവറിലുള്ള ഊർജം അത് ഉപയോഗിച്ചു എന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കിലോ വാട്ട് അവറിലുള്ള ഊർജം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതും. സെറ്റ് അല്ലേ? അത് ഓൾറെഡി ഇവിടെ ഉണ്ട് അല്ലെ. അപ്പോ ഇക്വേഷൻ എന്താണ്? വാട്ടിലുള്ള പവർ, പവർ ഇൻ വാട്ട് എത്രയാണ്? 500 വാട്ട്. അപ്പോ 500 ഇൻറ്റു എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്ന മക്കളെ? 2 മണിക്കൂർ. അപ്പോ 2 ബൈ എന്താണ്? 1000 അല്ലെ. അപ്പം 1000 ബൈ 1000 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 കിലോ വാട്ട് അവർ എന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ആൻസർ കിട്ടുന്നു അല്ലെ. അപ്പോ 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എത്രമാത്രം എനർജിയാണ്, എത്രമാത്രം കറണ്ട് ആണ് യൂസ് ചെയ്തത് എന്നാണ്. ഈ കിലോ വാട്ട് അവറിന്റെ മറ്റൊരു പേര് ഒരിക്കലും മറക്കാൻ പാടില്ല, അതാണ് എന്ത്? ഒരു യൂണിറ്റ്. ഓക്കെ, 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. ഓക്കെ, യെസ്. അടുത്ത ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ആയിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് AC വോൾട്ടേജ് വിത്തൗട്ട് ചേഞ്ച് ഇൻ പവർ. അല്ലെങ്കിൽ പവറിന് മാറ്റമില്ലാതെ ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യും? നമ്മുടെ AC-യുടെ വോൾട്ടേജ് കൂട്ടോ അല്ലെങ്കിൽ കുറയ്ക്കോ ചെയ്യും. ഓക്കെ, ഇതായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറഞ്ഞ സാധനം ഒക്കെ കാണാനാണ് ചോദിക്കുക. അപ്പൊ അതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇക്വേഷൻ മാത്രം ഇവിടെ ഓർത്ത് വെച്ചാൽ മതി. VS by VP is equal to NS by NP is equal to IP by IS. ഈ ഒരു ഒറ്റ ഇക്വേഷൻ മാത്രം മക്കൾ എന്ത് ചെയ്താൽ മതി? ഓർത്ത് വെച്ചാൽ മതി. ശരിയല്ലേ? അപ്പൊ ഇതിൽ ഓരോന്നും എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. VS എന്ന് പറഞ്ഞാൽ സെക്കൻഡറി വോൾട്ടേജ് അല്ലെ, അതിന് മറ്റൊരു പേരാണ് ഔട്ട്പുട്ട് വോൾട്ടേജ്. VP എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ്, അതിന്റെ മറ്റൊരു പേരാണ് ഇൻപുട്ട് വോൾട്ടേജ്. NS എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി, സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം. അപ്പൊ NPO
നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി, പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. ഇനി IP എന്ന് പറയുന്നത് എന്താ? പ്രൈമറി കറന്റ്. IS എന്ന് പറയുന്നത് എന്താ? സെക്കൻഡറി കറന്റ്. ഇത് മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലത്തെ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. യെസ്, അപ്പൊ മക്കളെ നമ്മള് ഒന്നാമത്തെ ചാപ്റ്റർ വളരെ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തു? കംപ്ലീറ്റ് പഠിച്ച് കഴിഞ്ഞു. യെസ്, ഇനി അതേപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലുള്ള കംപ്ലീറ്റ് ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തു? പഠിച്ച് കഴിഞ്ഞു. അപ്പോ ഇനി പെൻഡിങ് ഉള്ളത് ആരാണ്? നാലാമത്തെ ചാപ്റ്ററും അഞ്ചാമത്തെ ചാപ്റ്ററും. അപ്പോൾ 4ന്റെയും 5ന്റെയും കംപ്ലീറ്റ് ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ഇക്വേഷൻസ് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 5ഉം ആണ്. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള വീഡിയോ അടുത്തതായിട്ട് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യട്ടോ. ഓക്കെ, ബൈ.